ബേബി ആന്റി ഇവൻ പഠിക്കാന്ന് പറഞ്ഞ ടെറസിലിരുന്ന് അപ്പുറത്തെ പിള്ള സാറിന്റെ മോളെ ലൈൻ അടിക്കുവാ. സൂപ്പർ സൂപ്പർ. ഇതേ സെയിം സാധനം തന്നെ ഒന്ന് രവിടും ട്രൈ ചെയ്തു. കൈയെല്ലാം അടിച്ചതല്ലേ, അതല്ല ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. ഐക്കോണിക് സംഭവം. മകൾക്ക് വേണ്ടി സിനിമാ ജീവിതം അഭിനയിച്ച അമ്മയാണത്. അമ്മയ്ക്ക് വേണ്ടി അമ്മ പറയുന്നു. മമ്മി ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ അപ്പുറത്തെ മമ്മി ബേബി ആന്റി ഇപ്പൊ പഠിക്കാന്ന് പറഞ്ഞ ടെറസിൽ നിന്ന് അപ്പുറത്തെ പിള്ള സാറ് മോളെ ലൈൻ അടിക്കോ. ഇപ്പൊ പറഞ്ഞാല് കേട്ടില്ലേ പിള്ള സാറ മോളെ, ഇതൊക്കെയാണ് അവൾക്ക് പേടി. പിള്ള സാറ് ഡേ എന്ന് പറയണെന്നുള്ളത് അവർക്ക് കോൺഷ്യസ്നെസ് പിള്ള സാറ് ഡേ എന്ന് പറയുന്നത് പിള്ള സാറ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാം, ഓള് ഓന്റെ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആ ഒരു സംഭവത്തിലാണ് സംബഡി ടു ഗൈഡ്. ഇപ്പൊ ഈ നിറത്തിലത്തെ ഇത് കേട്ടപ്പോഴേക്കും ഈ കുറെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇപ്പൊ ചേച്ചിയൊക്കെ ആരെങ്കിലും ഫോൺ വിളിച്ചിട്ട് ഹലോ ഞാൻ ശാലിനിയാണെന്ന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല, ചില ആൾക്കാർ പറയും ഇങ്ങനെ കാവ്യ വിഷ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറ്റിച്ചെന്ന് പിന്നെ പറയും ഞാനാണെന്ന്. അവർക്കൊരു പറ്റിക്കണം എന്നുള്ള ഒരു കൗതുകം ഉണ്ടാവും. ശാലിനിയാണ് ലൈനിലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. കാവ്യമാധവന്റെ കാര്യം നമ്മൾ വിട്ടുപോയി, കാരണം കാവ്യമാധവന്റെ ഒരു 99% മൂവീസും ചേച്ചിയാണ് ചെയ്തേക്കുന്നത്. അതെ അതെ, അതെനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ വലിയൊരു പാരയായിരുന്നു. കാരണം വരണ ആവശ്യമുണ്ട് പടത്തിൽ. ഞാൻ കുക്കറമ്മയായിട്ട് അഭിനയിച്ചല്ലോ, അപ്പൊ അതില് ഡബ് ചെയ്ത് ഞാൻ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ അതിന്റെ കമന്റ്സ് ഭയങ്കര മോശമായിരുന്നു. ഇതെന്തിനാ കാവ്യക്ക് ഡബ് ചെയ്യുന്ന ആളെ കൊണ്ട് ഡബ് ചെയ്യിച്ചത്, ഈ തള്ളക്ക് ഇങ്ങനെ ഒരു വോയിസ് വേണോ, എന്തിനാ ഹീറോയിൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇത്. അത് കാരണം എന്താ പറയുക, ഇപ്പൊ വേറൊരു മലയാള പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവരാദ്യം തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങള് വോയിസ് വേറെ ആളെ വെച്ച് ഡബ് ചെയ്യും എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പൊന്നെ അങ്ങനെ ചെയ്യരുത്, ഞാൻ എങ്ങനെയെങ്കിലും വോയിസ് എന്തെങ്കിലും ചെയ്യാം. ഇത്രയും ആൾക്കാർക്ക് ഡബ് ചെയ്തിട്ട് എനിക്ക് എന്റെ വോയിസ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര സങ്കടമല്ലേ. അതുകൊണ്ട് മാറ്റരുത്, ഞാൻ തന്നെ ചെയ്യാന്നുണ്ട്. തമിഴിലൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഇച്ചിരി ഇപ്പൊ ഞാൻ സെൽഫി എന്ന് പറഞ്ഞിട്ട് ഒരു പടം റിലീസായി. അതിൽ അവർക്ക് കുറച്ച് ഗ്രഫ് വോയിസ് ആയിരുന്നു വേണ്ടത്, ഒരു മുസ്ലിം ക്യാരക്ടറാണ്. അവര് പറഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുന്നത് അത് വേണ്ട, കുറച്ച് അമ്മ എന്ന് പറയുമ്പോൾ വേറൊരു ഇതാണല്ലോ, എല്ലാവർക്കും ഒരു ബോൾഡ് ആയിരിക്കണം, ബേസ് വേണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാനും അമ്മയാണ്, എനിക്കിപ്പോൾ ഇത്ര വയസ്സായി, എനിക്ക് ഇത്ര വലിയ ബോളുണ്ട്. പക്ഷെ എന്നാലും സിനിമയിൽ വരുമ്പോ അത് ഒരു വേറൊരു ഔട്ട്ലുക്കിൽ ഉണ്ടല്ലോ. ഈ കാവ്യ ശാലിനി ഇവർ രണ്ടുപേരും എന്തെങ്കിലും അവർക്ക് ഒരു ക്വാളിറ്റി, അതായത് അഭിനയിക്കുന്ന സമയത്ത് ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്